പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമത്തിന് വേദിയായി കല്ലൂർ സെന്റ് റാഫേൽസ് UP സ്കൂൾ. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് മഹാസംഗമം ഒരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമത്തിന് വേദിയായി കല്ലൂർ സെന്റ് റാഫേൽ UP സ്കൂൾ. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് മഹാസംഗമം ഒരുക്കിയത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ അധ്യക്ഷനായി. GST ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സാജു നമ്പാടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗം ഗിഫ്റ്റി ഡേസൺ, ഫാദർ മെജോ മങ്ങാട്ടിളയൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി കെ വർക്കി, OSA പ്രസിഡന്റ് ജോഷി മുള്ളക്കര, OSA സെക്രട്ടറി ജോമോൻ ജോസ്, OSA വൈസ് പ്രസിഡന്റ് വിൽസൺ ആറ്റുപുറം, മുൻ പ്രധാനാധ്യാപകരായ ഷീല ജോസ്, KJ ജെസി, മാനേജിംഗ് ട്രസ്റ്റി ആൻഡോ തറയിൽ, PTA പ്രസിഡന്റ് ഷൈജു കാവിൽ എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സ്കൂളിലെ വളർച്ചയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള വലിയൊരു ആശയം തന്നെയാണ് അവർക്കുണ്ടാവുക. അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ HM കുറിച്ച് പറയാനുള്ളത്, ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. നമ്മൾ PEC മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന HM ആണ് നമ്മുടെ. മാനേജ്മെന്റ് ഭാഗത്തായാലും ഫുൾ സപ്പോർട്ടും സഹകരണ ഭാഗത്തും നമുക്കുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും എത്ര സ്നേഹവും നന്ദിയും എല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് പറയാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രസംഗം പറഞ്ഞിട്ട് ബോറടിക്കും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ നിർത്തിക്കൊണ്ട് എല്ലാവരും അഭിനന്ദനം അറിഞ്ഞുകൊണ്ട് നിർത്തട്ടെ. പള്ളിയിലെ ഡയറക്ടറേറ്റ് അടിക്കണമെന്ന് പറഞ്ഞു. അതിന് ഡയറക്ടറേറ്റ് പരിപാടികളൊക്കെ ഏതാണ്ട് സമാപനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ എന്ന് പറഞ്ഞു, അച്ഛാ സ്കൂളിന്റെ ചരിത്രം കൂടി അതിനകത്ത് ചേർക്കണം എന്ന് പറഞ്ഞു. സ്കൂളിൽ നമ്മുടെ അല്ല, അച്ഛനോട് അറിയാനിട്ടാണ് സ്കൂൾ നമ്മുടെയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962 അന്നുണ്ടായിരുന്ന ഇടവകാരെല്ലാവരും കൂടി 5 രൂപ വെച്ച് കളക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് ആശാരിക്കാട് സ്കൂൾ. നെടുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയകരിയായ പ്രസിഡന്റ് ശ്രീമതി സുന്ദരി മോഹൻദാസ്, മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ കല്ലൂരിന്റെ അഭിമാനം കൂടിയായിരുന്ന അഡ്വക്കേറ്റ് സാജു. നീണ്ട 75 വർഷങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ നിരവധി പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ സ്കൂൾ അതിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെയും അക്കാദമിക സാഹചര്യങ്ങളുടെയും ഒരു കുതിപ്പിന് വിദ്യാലയത്തിലേക്ക് മാതാപിതാക്കൾ വരുന്നത് പഠിക്കുന്ന മികവിനെ മാത്രം ആശ്രയിച്ചല്ല, നോൺ അക്കാഡമിക് തലങ്ങളിലുള്ള സ്കൂളിന്റെ പെർഫോമൻസ് കൂടിയാണ്. അത് കായിക രംഗങ്ങളാണെങ്കിലും കലാരംഗങ്ങളാണെങ്കിലും സ്കൂളിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സ്കൂൾ മോഡേണൈസ് ചെയ്യേണ്ടത് അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നോക്കുന്ന വ്യക്തികളിൽ നമുക്ക് ആ ഒരു സ്നേഹ സാമീപ്യം എപ്പോഴും പുലർത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നന്ദി മാത്രമുള്ള സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. തത്വമില്ല, കാരണം ഇത് നമ്മളെല്ലാവരുടെയും ഒരു ആഗ്രഹമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ നമുക്ക് ശേഷം പിള്ളേരില്ല, നമുക്ക് ശേഷവും